ചങ്ങായിമാരെ 2 ദിവസമായിട്ട് നമ്മുടെ നാട്ടിലെ സംഖ്യകളും പിന്നെ സംഘിച്ചാലും അടിച്ചുവിടുന്ന ഒരു കള്ള വാർത്തയാണ് മലപ്പുറത്ത് വമ്പിച്ച രീതിയിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടുകിട്ടിയെന്നുള്ള ഒരു പച്ചക്കള്ള വാർത്ത. കുറച്ച് ദേശീയ സംഘി മാധ്യമങ്ങളും പിന്നെ കേരളത്തിലെ സംഘി മാധ്യമമായ വിസർജനമാണ് മണിക്കൂറിൽ 2 തവണ വെച്ചിട്ട് ഈ വാർത്തയുണ്ടല്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. നമ്മളെ കേരളത്തിലെ വേറെ ഒറ്റൊരു മാധ്യമത്തിലുണ്ടല്ല ഇങ്ങനൊരു വാർത്തയുണ്ടല്ല, ഇങ്ങനൊരു വാർത്ത ഇതുവരെ വന്നിട്ടില്ല. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ മലപ്പുറത്ത് ഒരു ചങ്ങായിന്റെ എടുക്കുന്നുണ്ടല്ല കുറച്ച് വെടിമരുന്ന് പിടിച്ച് അതാണ് സംഖ്യയുണ്ടല്ല വമ്പിച്ച സ്ഫോടക വസ്തുക്കളും പറ്റി അടിച്ചു വിടുന്നത്. നമ്മളെ കേരളത്തിൽ നിന്ന് വെടിമരുന്ന് പിടിക്കുന്നത് ആദ്യത്തെ സംഭവമാണോ? ഈ സംഖ്യയുടെ വാർത്ത കൊടുക്കൽ കാണുമ്പോഴല്ല അത് ആദ്യത്തെ സംഭവമായിട്ടാണ് എല്ലാവർക്കും തോന്നുക. പക്ഷെ എന്താ സംഭവം? ഇത് പിടിച്ചതുണ്ടല്ല മലപ്പുറത്ത് നിന്നും പിന്നെ പിടിക്കപ്പെട്ടത് ഒരു മുസ്ലിം ആയതുകൊണ്ടാണ് സംഖ്യ ഉണ്ടല്ല ഈ വാർത്ത ഇങ്ങനെ പൊലിപ്പിച്ച് കൊണ്ടു കിടക്കുന്നത്. അതായത് സംഖ്യകൾ പറഞ്ഞത് കേരളത്തിലുണ്ടല്ല ഒരു തീവ്രവാദി ആക്രമണം ഉണ്ടല്ല അത് നടത്താൻ വേണ്ടിയിട്ടാണ് ഈ വെടിമരുന്ന് കൊണ്ടെന്നാണ് സംഖ്യകൾ പറയുന്നത്. അത് മാത്രമല്ല മലപ്പുറത്ത് നടക്കുന്ന കുംഭമേള ഉണ്ടല്ല, കുംഭമേള തകർക്കലായിരുന്നു പോലും ഈ വെടിമരുന്ന് കൊണ്ടുള്ള പ്രധാന ലക്ഷ്യം. നിങ്ങളൊരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. മലപ്പുറത്ത് കുംഭമേള നടക്കാതിരിക്കുക, നല്ല രീതിയിൽ നടക്കാതിരിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം ആയിരിക്കാന്നറിയാം. അത് സംഖ്യക്ക് മാത്രമാണ്. കാരണം മലപ്പുറത്ത് കുംഭമേളയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ പേരിൽ ഒരു വർഗീയ കലാപമുണ്ടായിട്ട് കേരളത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് ഇവിടെ ഭരണം പിടിക്കുക എന്നുള്ളതാണ് സംഘടന ലക്ഷ്യം. പക്ഷെ കഴിഞ്ഞ കുംഭമേളയോടുകൂടി ആ ലക്ഷ്യമുണ്ടല്ല സംഘടന ആ ലക്ഷ്യം ആകെ പൊളിഞ്ഞ് പാളീസായി പോയി. കാരണം ഉണ്ടല്ല കുംഭമേള അവിടെയുള്ള മുസ്ലിങ്ങളുണ്ടല്ല മലപ്പുറത്തെ മുസ്ലിങ്ങൾ 2 കൈ നീട്ടി സ്വീകരിച്ച് അതോടെ സംഖ്യലുണ്ടല്ല മൂഞ്ചിപ്പോയി. അതുമാത്രമല്ല മലപ്പുറത്തെ മുസ്ലിങ്ങളെ കുറിച്ചും തെറ്റിദ്ധാരണയുണ്ടായി ഒരുപാട് ആൾക്കാർ കുംഭമേളക്ക് വന്നിട്ടുണ്ടല്ല അവർക്കിട്ടല്ല മുസ്ലിങ്ങളെ കുറിച്ചുള്ള ആ തെറ്റിദ്ധാരണയുണ്ടല്ല അതൊക്കെ അങ്ങ് പോയി. അതിന്റെ ചൊറിച്ചിലും അതിന്റെ കുരുപൊട്ടിലും സംഖ്യക്കുണ്ടല്ല കുറെ ദിവസമായിട്ടുണ്ട്. അപ്പോഴാണ് കുറച്ച് വെടിമരുന്നുണ്ടല്ല മലപ്പുറത്ത് പിടിച്ചത്. സംഖ്യയിലുണ്ടല്ല ആ സംഭവം അവസരമാക്കിയിട്ടുണ്ടല്ല അതിന്റെ പേരിൽ ഒരു കുത്തിത്തിരിപ്പ് വർഗീയതുണ്ടാക്കാൻ വേണ്ടിയാണ് ഇപ്പൊ ഇറങ്ങിയിട്ടുള്ളത്. എന്താണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് വിസർജന ടിവിയിലെ തള്ളച്ചിണ്ടല്ല ആ വാർത്ത തള്ളി മറിക്കുന്നത് ആദ്യം അതിനുശേഷമുള്ള ഇവർക്കൊക്കെ നല്ല മറുപടിയും കൊടുക്കാം. കേരളത്തെ ഒന്നാകെ കത്തിച്ചാമ്പലാക്കാൻ കഴിയുന്നത്രയും സ്ഫോടക വസ്തുക്കളാണ് മലപ്പുറത്ത് നിന്നും കഴിഞ്ഞ ഫെബ്രുവരിയിൽ പിടിച്ചെടുത്തത്. 89,600 ഡിറ്റനേറ്റർ സ്റ്റിക്കുകൾ, 10,500 നോൺ ഇലക്ട്രിക് ഷോക്ക് ട്യൂബുകൾ എന്നിവയാണ് റെയ്ഡിൽ കണ്ടെടുത്തത്. ഇത്രയും അളവിൽ സ്ഫോടക വസ്തു യാതൊരു രേഖകളുമില്ലാതെ എത്തിയത് എന്തിനെന്ന സംശയം അന്നേ ഉയർന്നതാണ്. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ മുഖ്യ സൂത്രധാരൻ മഞ്ചേരി സ്വദേശി ഹാരിസിൽ നിന്നും നിർണായക വിവരങ്ങളാണ് NIAക്ക് ലഭിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ആസൂത്രിത ഗൂഢാലോചനയാണോ നടന്നത്? 250 വർഷങ്ങൾക്ക് ശേഷം തിരുനാവായയിൽ നടന്ന മകമഹോത്സവത്തിൽ വിരളിപ്പുണ്ട ചില ആളുകളെ അന്ന് കണ്ടതാണ്. കുംഭമേള തടസ്സപ്പെടുത്താനുള്ള നീക്കങ്ങളുമുണ്ടായി. ഹാരിസിൽ നിന്നും ഞെട്ടിക്കുന്ന വിവരങ്ങൾ NIAക്ക് ലഭിച്ചിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്ത മകമഹോത്സവത്തിൽ ഭീകരാക്രമണം ലക്ഷ്യമിട്ടു. ഈ ചാണക സംഘടനക്കൊക്കെ എജ്ജാതി കുരുപൊട്ടലാ നോക്കിയാട്ടെ. പച്ചക്കള്ളവും പച്ച വർഗീയതയും പറയാതെ ഈ സംഘടനക്കിട്ടില്ല ഒരു ദിവസം പോലും ജീവിക്കാൻ പറ്റൂല കേട്ടാ. എന്റെ ചാണക സംഘടനയെ കുംഭമേളയുടെ അകത്തുണ്ടല്ല ആരെങ്കിലും ഭീകരാക്രമണം ലക്ഷ്യമിട്ടിട്ടുണ്ടെങ്കിൽ അതുണ്ടല്ല അത് സംഘികൾ മാത്രമായിരിക്കും. ഒരു കുംഭമേള ഉണ്ടല്ല നല്ല രീതിയിൽ നടന്നപ്പോഴും ഈ ചാണക സംഘടന കുരുപൊട്ടൽ തന്നെ. പിന്നെ വേറൊരു കാര്യം കേട്ടോ, NIAക്ക് പോലും കിട്ടാത്ത വാർത്തയാണ് ഈ വിസർജന ടിവിയിൽ ഈ സംഘടന കിട്ടിയിട്ടുള്ളത്. ഈ വാർത്തയെങ്ങാനും NIA കേട്ടിട്ടുണ്ടെങ്കിലല്ല അവര് വരെ ആകെ അന്തം വിട്ടുപോകും. ഇനി ഞാൻ നിങ്ങളുടെ ഈ കുലസി സംഘടനയ്ക്കും സംഖ്യക്കുണ്ടല്ല ഒരു ചുട്ട മറുപടി മലപ്പുറത്ത് ഒരു സഹോദരൻ വന്നിട്ടുണ്ട്. ആ സഹോദരന്റെ ചുട്ട മറുപടി സംഖ്യക്കുള്ള ചുട്ട മറുപടി നമുക്കൊന്ന് കേട്ടിട്ട് വരാം. മുസ്ലിം എന്ന പേരും മലപ്പുറം ജില്ലയിൽ ജനിച്ചവനുമായതുകൊണ്ട് തീവ്രവാദിയാവില്ല. ചാണകം ചാനലിനോട് പറയാനുള്ളത്. പ്രിയമുള്ളവരെ, ഇന്ന് ചെമ്മാട് ഒരു മുസ്ലിം നാമധാരിയുടെ പക്കൽ നിന്നോ വാഹനത്തിൽ നിന്നിട്ടോ വെടിമരുന്ന് പിടിച്ചതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്ത ഈ ചാണകം ചാനലിൽ ഞാൻ കാണാനിടയായി. ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് ആളുകൾ കണ്ടിട്ടില്ല. കാരണം ഈ ചാനൽ അങ്ങനെ ആരും വാച്ച് ചെയ്യുന്ന ചാനലല്ല. ഈ ചാനലിൽ മലപ്പുറം ജില്ലയെ പറ്റി പറയുന്നത് നിങ്ങൾ കേട്ടണോ? ആദ്യം നിങ്ങൾ അതൊന്ന് കേട്ടോക്കി, ബാക്കി എന്നിട്ട് മറുപടി ഞാൻ പറഞ്ഞുതരാം. മലപ്പുറത്ത് നിന്നും ശിവദാസ് കൺമനം നേരത്തെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോഴും ശിവദാസ് തുടരുന്നതായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ശിവദാസ്, അതായത് മലപ്പുറം എന്ന് പറയുന്നത് ഇത്തരം ഭീകര ശക്തികൾക്ക് വളക്കൂറുള്ള മണ്ണാണ്. അത് ഇന്നും ഇന്നലെയുമല്ല. വർഷങ്ങൾക്ക് മുമ്പ് രാമസിംഹന്റെ വധം മുതൽ, അല്ലെങ്കിൽ അതിന് എത്രയോ കാലം മുമ്പ് 1921 മാപ്പള ലഹള. ഈ ചാണകം ചാനലിലെ ഈ ഒരു സംഭവം മുഴുവൻ കേട്ടിരിക്കാൻ നല്ല തന്തക്ക് പറഞ്ഞ ഒരാൾക്കും സാധിക്കില്ല. അത് മുസ്ലിം ആണെന്നൊന്നുമില്ല, ഒരു നല്ല ഹൈന്ദവ സുഹൃത്തുക്കൾക്ക് പോലും സാധിക്കില്ല. അത്തരത്തിലാണ് ഇവർ വർഗീയതയെ വിറ്റ് കാശാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അല്ലെ, മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ മതസൗഹാർദ്ദത്തിന് കേരളത്തിൽ പേര് കേട്ട ജില്ലയാണ്. അല്ലെ, നിങ്ങളിപ്പം പറഞ്ഞ് നിങ്ങളുടെ അതിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, ആ ഒരു സംഭവം കലക്കാൻ വേണ്ടിയിട്ട് അവിടെ ജനങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഈ മരുന്ന് കൊണ്ടുവന്നതെന്നൊക്കെ ഒരു അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് പോലും എത്തുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞുണ്ടാക്കാൻ നിങ്ങളെ തൊലിക്കെട്ടി അപാരാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത്, മലപ്പുറം ജില്ലയിൽ ഹൈന്ദവ സുഹൃത്തുക്കൾക്ക് വേണ്ടി സ്വന്തം വീടും അതുപോലെ തന്നെ മസ്ജിദും വിട്ടുകൊടുത്ത ചരിത്രമാണുള്ളത്. ഹൈന്ദവ സുഹൃത്തുക്കളുടെ എന്ത് പരിപാടി വന്നാലും അവിടെ കച്ചവടം ചെയ്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ അവരുമായി സഹകരിച്ചിട്ടാണെങ്കിലും ഒക്കെ നമ്മളുടെ അല്ലെങ്കിൽ മുസ്ലിംസിന്റെ ഒരു പരിപാടിയായിട്ട് മാത്രം കാണുന്ന ആ മലപ്പുറം ജില്ലയെക്കുറിച്ചാണ് നിങ്ങൾ ഈ പറയുന്നത്. പിന്നെ 921 കഥ, അതൊക്കെ നിങ്ങൾ ചരിത്രം വളച്ചൊടിക്കുക. മലപ്പുറം ജില്ലയ്ക്കുള്ള ആ ഒരു മതസൗഹാർദ്ദത്തിന്റെ കരുത്തും കൂട്ടുകെട്ടൊന്നും ഇന്ന് കേരളത്തിലെ ഒരു ജില്ലയിലില്ല. പിന്നെ ഏതൊരു കുറ്റവാളി കുറ്റം ചെയ്താലും അത് കേരളത്തിലെ 14 ജില്ലയിൽപ്പെട്ട ഏതെങ്കിലും ജില്ലയിലുള്ള ആളായിരിക്കും. അല്ലെ, ഒരു മലയാളിയാണെങ്കിൽ അവൻ ഏതെങ്കിലും ജില്ലയിലുള്ളവൻ അവന്റെ ജില്ല നോക്കി അവന്റെ പേര് നോക്കി ഇതുപോലുള്ള തെമ്മാടിത്തരങ്ങൾ വിളിച്ചു പറയുമ്പോൾ
പ്രിയപ്പെട്ട ആഭ്യന്തര വകുപ്പിനോട് പറയാനുള്ളത്. ഇങ്ങനെയുള്ള തമ്മാടിത്തരങ്ങൾ വിളിച്ചു പറയുമ്പോൾ ചാനലിന് ഇതിന് നടപടിയെടുക്കണം. മീഡിയ വൺ ഇതിന് മുന്നേ ഇത്ര വലിയതല്ലാത്ത ഏതോ ഒരു ചെറിയ പരാമർശത്തിന്റെ പേരിൽ ആ ചാനൽ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. നാട്ടിൽ കലാപമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഹൈന്ദവ സുഹൃത്തുക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇതുപോലുള്ള തീട്ട ചാനലുകൾക്കെതിരെ ആഭ്യന്തര വകുപ്പിന് നടപടിയെടുക്കാൻ നട്ടലുവാണെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒന്നും കൂടെ പറയാം, മലപ്പുറം ജില്ല നീയൊന്ന് വിചാരിച്ചാൽ കത്തിക്കാൻ പറ്റുന്ന ജില്ലയല്ല. മലപ്പുറം ജില്ലയുടെ ചരിത്രം നിങ്ങൾക്ക് ആദ്യം ഒന്ന് പഠിക്കുക. ചാണകം തിന്നാലും ആ പശുവിന്റെ മൂത്രം കുടിച്ചാലും ആ ബുദ്ധി കൊണ്ടൊന്നും അളന്നാൽ മലപ്പുറം ജില്ലയെ അളക്കാൻ സാധിക്കില്ല. ഓർമ്മ വെച്ചോ. കേട്ടല്ലോ, എല്ലാ ചാണക സംഖ്യക്കും സംഘിണികൾക്കുണ്ടല്ല ഈ സഹോദരന്റെ മറുപടി കേട്ടപ്പോഴല്ല തൃപ്തിയായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അഥവാ മലപ്പുറത്തും കുംഭമേളക്കും കലാപം ഉണ്ടാക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സംഘികൾ തന്നെയായിരിക്കും. അത് വെറുതെ ഞാൻ പറയുന്നതല്ല, അത് തെളിയിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ല. ഒരു സംഭവം ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം. അഡ്വക്കേറ്റ് മനീഷ രാധാകൃഷ്ണൻ എന്നൊരു സഹോദരി ഉണ്ടല്ല, ഒരു RS നേതാവ്, ഒരു മുൻ RS നേതാവ്, ഈ സംഖ്യയുടെ അക്രമത്തെക്കുറിച്ച് സംഖ്യയുടെ ഉടായ്പിനെ കുറിച്ചൊക്കെ വ്യക്തമാക്കുന്ന ഒരു കാര്യം ഉണ്ടല്ല, മനീഷ രാധാകൃഷ്ണൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. മനീഷ രാധാകൃഷ്ണൻ പറഞ്ഞ ആ വീടുണ്ടല്ല, ആ വീഡിയോ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കണ്ടില്ല എല്ലാ കാര്യവും മനസ്സിലാവും. നമസ്കാരം. ഇന്ത്യയെ പിടിച്ചു കുലുക്കാവുന്ന ഒരു കത്ത് ഈ ഓഗസ്റ്റ് ആദ്യം പുറത്തു വന്നിരുന്നു. ചില മാധ്യമങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ആസ് യൂഷ്വൽ പതിവ് പോലെ ഇന്ത്യയിലെ ഗോഡി മീഡിയ മൗനത്തിലാണ്. ദ വയറും ദ ഒബ്സർവർ പോസ്റ്റും ഒക്കെ ഈ കത്തിന്റെ ഉള്ളടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വാർത്ത അനുസരിച്ച് ഈ കത്ത് ആരുടെയാണെന്ന് പറയുന്നതിന് മുമ്പ് കത്തിലെ ആവശ്യം പറയാം. സംഘപരിവാർ സംഘടനകളായിട്ടുള്ള RSSഉം VHPയും ബജ്രംഗ് ദളും ഭീകരവാദ സംഘടനകളായി പ്രഖ്യാപിക്കണം. ഇതാണ് കത്തിലെ ആവശ്യം. ഇനി കത്ത് ആരുടെയാണ്? പ്രതിപക്ഷത്തിരിക്കുന്ന ആരുടെയല്ല. 1990 മുതൽ RSSന്റെ മുഴുവൻ സമയ പ്രവർത്തകനായിരുന്ന മുതിർന്ന RSS പ്രചാരകനായിരുന്ന യശ്വന്ത് ഷിൻഡെയുടെ കത്താണ്. അതായത് RSSന് പുറത്തുനിന്ന് ഒരാളുടെ അല്ല, 2 പതിറ്റാണ്ടിലേറെ RSSന്റെ ഉള്ളിൽ പ്രവർത്തിച്ച ആളുടെ കത്താണ്. കത്തിലെ ഉള്ളടക്കം എന്താണ്? 2003 താൻ ഉൾപ്പെടെ 20ഓളം RSS പ്രവർത്തകർക്ക് ബോംബ് നിർമ്മാണ പരിശീലനം ലഭിച്ചിരുന്നു. 2000ങ്ങളുടെ തുടക്കത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായിരുന്ന ബോംബ് സ്ഫോടനങ്ങളിൽ RSS മേധാവി മോഹൻ ഭാഗവതനും മുതിർന്ന നേതാവ് ഇന്ദ്രേഷ് കുമാറിനും VHP ജനറൽ സെക്രട്ടറി മിലിന്ദ് പരേന്ത എന്നിവരുടെ പങ്ക് അന്വേഷിക്കണം. ഇവരെ അറസ്റ്റ് ചെയ്യണം. ജൽന, പൂർണ്ണ, പർഭാനി എന്നിവിടങ്ങളിലെ പള്ളികളിൽ നടന്ന സ്ഫോടനങ്ങൾക്ക് പിന്നിൽ തങ്ങളോടൊപ്പം പരിശീലനം ലഭിച്ച RSSകാരാണെന്നും രാഷ്ട്രീയ ലാഭത്തിനും തെരഞ്ഞെടുപ്പുകളിൽ BJP സഹായിക്കുന്നതിനും വേണ്ടിയിട്ട് വർഗീയ കലാപങ്ങൾ സൃഷ്ടിക്കാൻ ബോംബ് സ്ഫോടനങ്ങൾ RSS ആസൂത്രണം ചെയ്തിരുന്നുവെന്നും രാജ്യത്തുടനീളം ഭയമുണ്ടാക്കുകയും നിരന്തരം സ്ഫോടനങ്ങൾക്ക് ആസൂത്രണം ചെയ്യുകയും മനുഷ്യരെ പേടിയുടെ നിഴൽ നിർത്തുകയും അതിനുശേഷം വർഗീയ ധ്രുവീകരണം നടത്തി വോട്ട് വാങ്ങി അധികാരം പിടിക്കാം, ഇതായിരുന്നു 2014 തെരഞ്ഞെടുപ്പിലെ മാസ്റ്റർ പ്ലാൻ എന്നും ബോംബ് നിർമ്മാണത്തിൽ പങ്കെടുത്ത പലരെയും തനിക്ക് പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞിരുന്നുവെന്നും 1998 പൊക്രാനാണ് പരീക്ഷണം, അജ്മീർ ഷെരീഫ് ദർഗാ സ്ഫോടനം, മലേഗാവ് സ്ഫോടനം, കാർഗിൽ യുദ്ധം, 2002 ഗുജറാത്ത് കലാപം, 2019 പുൽവാമ ആക്രമണം, അങ്ങനെ പല സംഭവങ്ങളിലും BJP നേതാക്കളുടെ രാഷ്ട്രീയ താല്പര്യം മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് മേൽപ്പറഞ്ഞ സംഘടനകൾ ടെററിസ്റ്റ് സംഘടനകളായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും കർണാടക ആഭ്യന്തരമന്ത്രിക്കും RSSന്റെ തന്നെ മുൻ പ്രചാരകനയച്ച ഈ കത്ത് നമ്മുടെ രാജ്യത്ത് കോളിളക്കം സൃഷ്ടിക്കുകയാണ്. ഇത് ആദ്യമായിട്ടല്ല, അദ്ദേഹം വർഷങ്ങളായി നടന്ന പ്രചാരണത്തിന്റെ ഏറ്റവും പുതിയ ഭാഗമാണിത്. 1990 മുതൽ RSSന്റെ മുഴുവൻ സമയ പ്രവർത്തകനായിരുന്ന ഷിൻഡെ ബോംബ് നിർമ്മാണത്തിലും പരിശീലനത്തിലും പങ്കാളിയാകാൻ ആവശ്യപ്പെട്ടപ്പോഴാണ് അദ്ദേഹം ആ സംഘടന വിട്ടത്. അതായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം. ഇത് ആദ്യമായിട്ടല്ല, ഇതിനു മുമ്പ് അദ്ദേഹം ഈ കാര്യം പലയിടങ്ങളിലും വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതായത് 2022 ഓഗസ്റ്റിൽ മഹാരാഷ്ട്രയിലെ നന്ദിഗഡിലുള്ള പ്രത്യേക CBI കോടതി ആ കോടതിയിൽ നൽകിയ ഒരു സത്യവാങ്മൂലത്തിൽ രാജ്യത്തുടനീളം ബോംബ് സ്ഫോടനങ്ങൾ നടത്താൻ RSSഉം VHP നേതാക്കളും ഗൂഢാലോചന നടത്തിയ യോഗങ്ങളിൽ താൻ പങ്കെടുത്തിട്ടുണ്ട് എന്ന് ഷിൻഡെ വെളിപ്പെടുത്തിയിരുന്നു. 2006 ഏപ്രിലിൽ നന്ദിഗഡിൽ ലക്ഷ്മൺ രാജ്കൊണ്ടാർ എന്നയാളുടെ വീട്ടിലുണ്ടായ സ്ഫോടന കേസിന്റെ വിചാരണ വേളയിലായിരുന്നു ഈ സത്യവാങ്മൂലം സമർപ്പിച്ചത്. ആ സ്ഫോടനത്തിൽ ലക്ഷ്മണന്റെ മകൻ നരേഷും VHP പ്രവർത്തകനായിട്ടുള്ള ഹിമാൻഷു പാൻസയും കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ഔറംഗാബാദിലെ ഒരു പ്രശസ്തമായിട്ടുള്ള പള്ളി ആക്രമിക്കാൻ ലക്ഷ്യമിട്ടുള്ള ബോംബ് നിർമ്മാണത്തിനിടെയാണ് സ്ഫോടനമെന്ന് പിന്നീട് CBI കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഈ കേസിൽ സാക്ഷി പറയാൻ തയ്യാറാണ് എന്ന് ഷിൻഡെ പ്രത്യേക CBI കോടതിയിൽ സത്യവാങ്മൂലത്തിൽ അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഹർജി പരിഗണിച്ച ജഡ്ജി AR ഡമീഷെ പെട്ടെന്ന് അവിടെ നിന്ന് സ്ഥലം മാറ്റി. തുടർന്ന് വന്ന പുതിയ ബെഞ്ച് പിന്നീട് ഷിൻഡെയുടെ അപേക്ഷ തള്ളുകയും 2025 ജനുവരിയിൽ കേസിലെ എല്ലാ പ്രതികളെയും വെറുതെ വിടുകയാണ് ഉണ്ടായത്. നോക്കൂ, ഒരു സംഘടനയുടെ മുൻ പ്രവർത്തകൻ തന്നെ, അതും 2 പതിറ്റാണ്ട് കാലം പ്രവർത്തിച്ച ആൾ തന്നെ, പ്രചാരകനായിരുന്ന ആൾ തന്നെ ഇത്ര ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളായിട്ടുള്ള രംഗത്ത് വരുമ്പോൾ 2000ങ്ങളുടെ തുടക്കത്തിൽ രാജ്യത്തിലുണ്ടായിരുന്ന വിവിധ സ്ഫോടനങ്ങളിൽ RSS മേധാവി മോഹൻ ഭാഗവത് ഉൾപ്പെടെയുള്ളവർക്ക് പങ്കുണ്ടായിരുന്നുവെന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ ആരോപണങ്ങളോട് പ്രതികരിക്കൊന്നും വേണ്ട. പക്ഷേ ഒരു അന്വേഷണം പ്രഖ്യാപിക്കേണ്ട ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനില്ലേ? ആരോപണങ്ങൾ ശരിയാണെങ്കിൽ സത്യം പുറത്തു വരണ്ടേ? തെറ്റാണെങ്കിൽ അതും തെളിയിക്കണ്ടേ? പക്ഷേ ഈ മൗനം അതെന്തിനാണ്? നിങ്ങൾ കേട്ടല്ലോ, നമ്മളെ നാട്ടിൽ നടന്ന സ്ഫോടനങ്ങളുണ്ടല്ല, ആ സ്ഫോടനങ്ങളെ കുറിച്ച് കൃത്യമായ അന്വേഷണം നടന്നു കഴിഞ്ഞാൽ അതിന്റെ പിന്നുണ്ടല്ല ഒരു സംഖ്യ ഉണ്ടാവുന്ന കൃത്യമായി മനസ്സിലായല്ലോ. അതായത് സംഖ്യയുടെ കൈയില്ലാതെ നമ്മളെ നാട്ടിലുണ്ടല്ല ഒരൊറ്റ സ്ഫോടനം വരെ നടന്നിട്ടില്ല. അത് ഞാനോ നിങ്ങളോ അല്ല പറഞ്ഞതുണ്ടല്ല, ഒരു മുൻ RSകാരനാണ്, ഒരു മുൻ RSകാരൻ, ഈ സംഭവത്തിലെല്ലാം പങ്കെടുത്ത ഒരു മുൻ RSകാരൻ. പക്ഷെ നമ്മളെ രാജ്യം ഭരിക്കുന്ന BJP ഉണ്ടല്ല, അവർക്കെതിരെ എന്തായാലും ഉണ്ടല്ല ഒരു അന്വേഷണം എന്തായാലും നടത്തുമല്ലോ. പിന്നെ നമ്മളെ കോടതിന്റെ കാര്യം ഉണ്ടല്ല പറയാതിരിക്കുന്ന നല്ലത്. ഇപ്പൊ നിങ്ങൾക്ക് നമ്മളെ നാട്ടിലൊരു സ്ഫോടനം ഉണ്ടായി കഴിഞ്ഞില്ലേ, അതിന്റെ പിന്നിൽ ആരായിരിക്കും, അതുകൊണ്ട് മുതലെടുക്കുന്ന ആരായിരിക്കും കൃത്യമായിട്ട് മനസ്സിലായല്ലോ. ഇവരുടെ ഈ കുത്തിത്തിരിപ്പും ഈ വൃത്തികെട്ട ഐഡിയ ഉണ്ടല്ല കുറച്ചെങ്കിലും നടക്കാതെ പോകുന്നത് നമ്മളെ കേരളത്തിലുണ്ടല്ല, നമ്മളെ കേരളത്തിൽ മാത്രമാണ്. അതുകൊണ്ട് നമ്മളെ കേരളത്തിൽ ഈ മതസൗഹാർദ്ദം ഉണ്ടല്ല ഇതിങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് സംഘികളല്ലാത്ത എല്ലാവരുടെയും ആവശ്യമാണ്, എല്ലാവരുടെയും കടമയാണ്. അപ്പൊ തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ. പിന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.